ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥ, ദ കോൾ ഫോർ റിപ്പൻറ്റൻസ്. മാർച്ച് 2 ശനി. ഇന്ന് ഗോൽഗോഥയുടെ ഈ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 10-ാം വാക്യം തൊട്ടാണ്. ഇത് സാധാരണ ഗോൽഗോഥയുടെ ഓരോ എപ്പിസോഡിലും ഒരു പുതിയ ആശയം, ഒരു ചിന്ത ഒക്കെ പങ്കുവയ്ക്കാൻ ശ്രമിക്കാറുണ്ടല്ലോ. ബൈബിളിലെ ഒരു ഭാഗത്തെ എടുത്തിട്ട് അതിൻ്റെ ആശയങ്ങളെ എക്സ്ട്രാക്ട് ചെയ്ത് നമ്മളത് നമ്മുടെ ജീവിതത്തുമായിട്ട് ബന്ധപ്പെട്ട് ധ്യാനിക്കാറുണ്ട്. ഇന്നത്തിനകത്ത് അങ്ങനെ ഭയങ്കര നോവലായിട്ടുള്ള ഉള്ളൊരു ആശയം അല്ല. അങ്ങനെ ഒരു ആശയത്തിന് വേണ്ടി ഞാൻ ഈ ഭാഗം എടുത്തത്. പക്ഷേ ഈ ഭാഗത്തിന് തന്നെ ഒരു വല്ലാത്ത സൗന്ദര്യമുണ്ട്. നമ്മൾ ഈ വായിക്കാൻ പോകുന്ന ഭാഗത്തിന് യാക്കോബിൻ്റെ സ്വപ്നമെന്നാണ് അതിൻ്റെ തലക്കെട്ട്, ടൈറ്റിൽ. പക്ഷെ നിങ്ങൾ എൻ്റെ കൂടെ ഒന്നിക്കണം, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാനിതിനെ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു തരാം. യാക്കോബും ഏസാവും നമ്മൾ ഇന്നലെ കേട്ടു. ഏസാവ് കടിഞ്ഞൂൽ പുത്ര അവകാശം യാക്കോബിന് പായസത്തിന് വേണ്ടി വിറ്റ് കളഞ്ഞു എന്നൊക്കെ നമ്മൾ കേട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വായിച്ചു വരണേ. ഞാനിപ്പോൾ പെട്ടെന്നൊരു ജമ്പിങ് ഉണ്ട് 28-ാം അധ്യായത്തിലേക്ക്. ഇതിന് മുമ്പുള്ള ഭാഗത്താണ് ഇവർ അനുഗ്രഹം യാക്കോബ് കവർന്നെടുക്കുന്നു ഏസാവിൻ്റെ കയ്യിൽ നിന്ന്. ഒരു വിധത്തിലൊരു കവർച്ച, ഒരു വിധത്തിലത് നേരത്തെ തന്നെ ഏസാവ് വിറ്റ് കളഞ്ഞിരുന്നു. അങ്ങനെ ഒരു സംഭവം. പക്ഷേ ഏസാവിനെ അത് വല്ലാണ്ട് ചൊടിപ്പിക്കുന്നു. ഏസാവ് യാക്കോബിനെ ഇല്ലായ്മ ചെയ്യാൻ, ഏസാവിൻ്റെ ഉള്ളിൽ വലിയ വെറുപ്പ് കയറുന്നു. യാക്കോബിനെ ഇല്ലായ്മ ചെയ്യണം. ഇതറിഞ്ഞിട്ട് അമ്മ റെബേക്ക ബുദ്ധി ഉപയോഗിക്കുന്നു. റെബേക്ക ഇസഹാക്കിന് പറഞ്ഞു കൊടുക്കുന്നു, ഇവിടെ നിന്നാൽ ചെറുക്കൻ ഇവിടെ നിന്നാൽ ഇവിടുന്ന് വല്ല പെമ്പിളാരെയും കിട്ടും, അതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ടാലോ ലാബാൻ്റെ അടുത്തേക്ക്. അങ്ങനെ ഒരു പദ്ധതി ഒരുക്കുന്നു. യാക്കോബ് വീട് വിട്ടിറങ്ങുന്നു. ഇതാണ് രംഗം. ഇത്രയും കാര്യം നിങ്ങളുടെ തലയിൽ കിടക്കണം. യാക്കോബ് വീട് വിട്ടിറങ്ങുന്നു. യാത്രാമധ്യയാണ്. നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: യാക്കോബ് ബർഷെബായിൽ നിന്ന് ഹാരാനിലേക്ക് പുറപ്പെട്ടു. യാത്രയിലാണ്. ഈ യാത്രയിൽ യാക്കോബിൻ്റെ മനസ്സൊന്ന് മനസ്സിലാക്കിക്കുക. നമ്മൾ വായിക്കുമ്പോൾ ഒരു ടെക്സ്റ്റ് വായിച്ചു പോകുന്ന പോലെ അങ്ങ് വായിച്ചു പോവുക. യാക്കോബിൻ്റെ മനസ്സ് മനസ്സിലാക്കിക്കേ. ശരിക്കും യാക്കോബ്, ശരിയാണ്, ഏസാവ് കടിഞ്ഞൂൽ പുത്ര അവകാശം നേരത്തെ തന്നെ വിറ്റതാ. അപ്പോൾ അവകാശം യാക്കോബിന് കിട്ടിയതിൽ വലിയ തെറ്റ് പറയാനില്ല. ഏസാവ് അത് പണ്ടേ കളഞ്ഞു കുളിച്ചു. പിന്നെ യാക്കോബ് വാങ്ങിച്ചെടുത്ത രീതി അത്ര ശരിയായില്ല. അമ്മ ഉപദേശിച്ചു, മോൻ പോയി എല്ലാം റെഡിയാക്കിക്കൂ, ഞാനിവിടെ കറിയൊക്കെ വെച്ച് തരാം, കൊണ്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവനത് കിട്ടി. പക്ഷെ ഇപ്പം എന്താണെന്നറിയാമോ? പെട്ടെന്നൊരു ദിവസം യാക്കോബ് ഒറ്റയായിരിക്കുക. അപ്പനില്ല, അമ്മയില്ല, കൂടപ്പുറപ്പിൻ്റെ അപ്രീതിക്ക് പാത്രമായി. എന്നിട്ടോ പിറന്ന മണ്ണും നാടുവക്കം വിട്ടിട്ട് അയാളൊരു യാത്രയിലാണ്. അതായത് ഒരു സർട്ടനിറ്റി ഇല്ലാത്തൊരു യാത്രയിലാണ് അയാൾ. ഒറ്റയ്ക്കൊരു നേരത്തൊരു ദേശത്ത് പെട്ടുപോയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാകുന്നത് അത് പല ഡൈമെൻഷനിൽ നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാകുന്നില്ലേ? പെട്ടെന്നൊരു ദിവസം കൂടെ ഉണ്ടായാൽ ആരും ഇല്ലാതെ. അത് പല കാരണം. ചിലപ്പോൾ നമ്മുടെ തന്നെ പിടിപ്പുകളും ഉണ്ടായിരിക്കാം. ഇവിടെ യാക്കോബിൻ്റെ കാര്യത്തിൽ എന്ന പോലെ ചിലപ്പോൾ ഒരു പിഴവ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായി കാണും. ചിലപ്പോൾ നമ്മളൊന്നും അറിഞ്ഞിട്ട് കൂടി കാണത്തില്ല. ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നിർബന്ധിച്ച് കാണും നമ്മളെ ഒറ്റയാകാൻ. വിദേശത്തേക്കൊക്കെ പോകുന്നവരില്ലേ? ഇപ്പം നമ്മൾ പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കാനഡയിലാണ്, ഓസ്ട്രേലിയയിലാണ്, UK യിലാണെന്നൊക്കെ പറയുമ്പോഴും കടന്നു പോകുന്നൊരു ലോൺലിനെസ് ഉണ്ട്, ഒരു ഒറ്റപ്പെടലുണ്ട്. അതത്ര സുഖമുള്ളൊരു അനുഭവമല്ലല്ലോ. പലരാലും ഒറ്റപ്പെടുത്തപ്പെട്ടു പോയവരുണ്ട്, ഒറ്റയാക്കപ്പെട്ടവരുണ്ട്. അങ്ങനത്തെ ഒരു മനസ്സ് മനസ്സിലാക്കണം യാക്കോബിന്. എന്തിനാണെന്ന് വിവാഹം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ നാട്ടുനടപ്പനുസരിച്ച് കെട്ടിക്കേറി വരുന്നൊരു പെൺകുട്ടിക്ക് പോലും ഈ അനുഭവം ഉണ്ടാകുന്നില്ലേ? പെട്ടെന്നൊരു ദിവസം അപ്പനടുത്തില്ല, അമ്മയടുത്തില്ല, കൂടപ്പുറപ്പുകളില്ല, പിറന്നു വളർന്ന വീടില്ല, മറ്റൊരിടത്തേക്ക് പറിച്ചു മാറ്റപ്പെടുകയാണ്. അങ്ങനത്തെ വിവിധങ്ങളായ ഒറ്റപ്പെടലുകളിലൂടെ നമ്മളൊക്കെ കടന്നു പോകാറുണ്ട്. അത്തരം ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ച മനസ്സോടെ വേണം ഈ ഭാഗം വായിക്കാൻ. എന്നിട്ട് ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴെ വെച്ച് അവൻ ഉറങ്ങാൻ കിടന്നു. അവന് ഒരു ദർശനമുണ്ടായി. എപ്പോൾ? ഒറ്റയാക്കപ്പെട്ടപ്പോൾ. ചിലപ്പോഴുണ്ടല്ലോ പ്രിയമുള്ളവരെ, ശരിക്കും എൻ്റെ ലൈഫിൽ നിന്നൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ വല്ലാണ്ട് ഒറ്റയാക്കപ്പെടുന്നത് കുറച്ചുകൂടെ തെളിമയോടെ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടായിരിക്കും. പ്രിയമുള്ളവരും ധരിച്ചവരൊക്കെ ഒരല്പം അകലമിട്ട് തുടങ്ങുമ്പോൾ, നമ്മൾ ഒറ്റയാക്കപ്പെടുമ്പോൾ ചിലപ്പോൾ മറ്റൊരു കാഴ്ചയ്ക്ക് വേണ്ടി കർത്താവ് നമ്മളെ ഒരുക്കിയ കാലമാകാം. അങ്ങനെയൊക്കെ അതിനെ മനസ്സിലാക്കാം. എന്നിട്ടോ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, 12-ാം വാക്യം: ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്നൊരു ഗോവണി, അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു. ദർശനമാണ്. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. അതായത് സ്വർഗവുമായിട്ടൊരു കണക്ഷൻ യാക്കോബ് കാണുകയാണ്. ഈ ഭൂമിയിൽ കാണുന്നതിനൊക്കെ അപ്പുറത്ത് ഉപരിയായ ഒരു കാഴ്ച
യാക്കോബ് കാണുകയാണ്. നേരത്തെ പറഞ്ഞ ആ കോണ്ടെക്സ്റ്റ് മനസ്സിൽ കിടക്കണം. ഒറ്റയാക്കപ്പെട്ടു പോയവന് മുന്നോട്ടുള്ള ലൈഫിനെ കുറിച്ച് യാതൊരു വ്യക്തതയോ സർട്ടനിറ്റിയോ ഇല്ലാത്ത ഒരാൾക്ക് സ്വർഗത്തിൻ്റെ കാഴ്ച ദർശനം സമ്മാനിക്കുന്നു. ദർശനം മാത്രമല്ല, ഒരു വാഗ്ദാനം പിന്നാലെ വരുന്നുണ്ട്. എന്താ വാഗ്ദാനം എന്നറിയാമോ? താഴേക്ക് വരണം. കർത്താവ് സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്, പരിചയപ്പെടുത്തുന്നു. ഞാൻ നിൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി പറഞ്ഞു കൊടുത്തിട്ട് 15-ാം വാക്യം എത്തുമ്പം അതിൻ്റെ സെനിത്ത്, അതിൻ്റെ പീക്കിലേക്ക് എത്തുകയാണ്. കർത്താവിൻ്റെ പ്രോമിസിൻ്റെ, വാഗ്ദാനത്തിൻ്റെ പീക്കിലേക്ക് എത്തുകയാണ്. അതിങ്ങനെയാണ് 15-ാം വാക്യം. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഏത് കോണ്ടെക്സ്റ്റിൽ ഇത് പറയുന്നു മനസ്സിലാക്കിക്കേ. വെറുതെ ആ ഭാഗം വായിച്ചാൽ നമുക്ക് ആ ഫീൽ കിട്ടത്തില്ല. ഏത് കോണ്ടെക്സ്റ്റിലാണ്? ആരാരും കൂടെ ഇല്ലാതെ ഒറ്റപ്പെട്ട് ഏതോ വഴിയരികിൽ ഒരു കല്ലെടുത്ത് തലയ്ക്ക് വെച്ചിട്ട് ചാഞ്ഞു കിടന്നുറങ്ങാൻ തുടങ്ങിയവനെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ദൈവം പറയുകയാണ്, ഞാനുണ്ടടാ കൂടെ, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇനിയോ ഇവിടെ മാത്രമല്ല, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. നിന്നെ ഈ നാട്ടിലേക്ക് ഞാൻ തിരികെ കൊണ്ടുവരും. നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരെ പല ദേശങ്ങളിൽ ഒറ്റയായി പോയവർ, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർ ഒക്കെ ഈ വാക്യം വായിച്ചു പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വാഗ്ദാനം അകമ്പടി വരികയാണ്. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ആ അനുഭവം, ഈ അനുഭവത്തിൻ്റെ പേരാണ് താഴേക്ക് വരുമ്പോൾ 17-ാം വാക്യത്തിൽ ഈ യാക്കോബ് തിരിച്ചറിയുന്നുണ്ട്. അതായത് പെട്ടെന്നൊരു ദിവസം ആരാരും തുണയില്ലെന്ന് വിചാരിച്ചവന് ഇപ്പം തിരിച്ചറിവ്, വെളിപാട് കിട്ടി. അവൻ പറയുന്ന വാക്യം, 17-ാം വാക്യം, ഈ സ്ഥലം എത്ര ഭയാനകം! ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല. സ്വർഗത്തിൻ്റെ കവാടമാണിത്. സ്വർഗത്തിൻ്റെ കവാടമാണിത്. ദ ഗേറ്റ് ഓഫ് ഹെവൻ, ദ ഡോർ ഓഫ് ഹെവൻ. നിരാശപ്പെട്ടു പോകുന്ന ഒരാൾക്ക്, ഒറ്റപ്പെട്ടു പോകുന്ന ഒരാൾക്ക് സ്വർഗം അതിൻ്റെ കവാടം കാണിച്ചു കൊടുക്കുകയാണ്. അതിനപ്പുറത്തൊരു പ്രത്യാശ ഇനി എന്താണ് അവൻ്റെ ജീവിതത്തിൽ കിട്ടാനുള്ളത്? ആ സ്ഥലത്തിന് അവൻ പേരിട്ടു, 19-ാം വാക്യം, ആ സ്ഥലത്തിന് അവൻ പേരിട്ടു ബഥേൽ. ബഥേൽ, ബഥേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഭവനം. ദ ഹോം ഓഫ് ഗാഡ്, ദ ഹൗസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഭവനം. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ കുടുംബങ്ങളിലും സംഭവിക്കേണ്ടത്, ഓരോ വ്യക്തിയിലും ഓരോ കുടുംബങ്ങളിലും സംഭവിക്കേണ്ട അനുഭവമാണിത്. നിരാശപ്പെട്ടു പോകുമ്പോൾ, മുന്നോട്ട് നടക്കാൻ വെളിച്ചമില്ലാതായി പോകുന്നൊരു നേരത്ത്, പ്രതീക്ഷിക്കാൻ വകയൊന്നുമില്ലാതായി പോകുന്നൊരു നേരത്ത് സ്വർഗത്തിൻ്റെ ദർശനം കിട്ടട്ടെ. യാക്കോബിൻ്റെ ഗോവണി പോലെ ഒരു കാഴ്ച നമ്മൾ കാണട്ടെ. കർത്താവ് ഇറങ്ങി വന്ന് പറയട്ടെ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഇവിടെ മാത്രമല്ല, നീ വെക്കുന്ന ഓരോ ചുവടിലും നിൻ്റെ കൂടെ ഞാനുണ്ടായിരിക്കും. അപ്പം നമ്മൾ പറയും, ഞാനും എൻ്റെ ഈ വീടും എൻ്റെ ഈ ദേശവും ബഥേലാണ്, ദൈവത്തിൻ്റെ ഭവനമാണ്, ഹൗസ് ഓഫ് ഗാഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, നിൻ്റെ സാന്നിധ്യം നിരന്തരം അനുഭവിക്കുവാൻ കൂടെ ഉണ്ടാകുമെന്ന് ധരിച്ചവരൊക്കെ പല വഴിക്ക് അകലുമ്പോഴും, കൂട്ടാകുമെന്ന് കരുതിയതൊക്കെ തുണയാകാതെ വരുമ്പോഴും നീ കൂടെയുണ്ടെന്ന്, നീ കൂടെ നടക്കുന്നെന്ന അനുഭവം കിട്ടുവാൻ, ബഥേൽ അനുഭവം കിട്ടുവാൻ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.